പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ബ്രദർ സെബാസ്റ്റ്യൻ താന്നിക്കൽ, ചെങ്ങളം ഇടവകാംഗം, കാഞ്ഞിരപ്പള്ളി രൂപത, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. എന്നാൽ ഈ ആഴ്ച അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് സഭയോടുള്ള ബന്ധത്തിൽ, തൻ്റെ ഇടവയോടും രൂപതയോടും ദൈവജനത്തിനു വേണ്ടി അദ്ദേഹം തൻ്റെ സമയവും തൻ്റെ സമ്പത്തും ആരോഗ്യവും എല്ലാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ നടത്തുന്ന വഴികൾ ഈ ആഴ്ച നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, വീണ്ടും സ്വാഗതം. സ്വാഗതം. അങ്ങ് പറയാറുള്ള ഒരു വാക്യമുണ്ടല്ലോ, വീട് കഴിഞ്ഞാൽ ഇടവക. അപ്പം ഇടവകയിൽ നിന്ന് വേണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടവയിൽ നിന്നായിരിക്കണം. അപ്പം അങ്ങയുടെ ഈ ഇടവയോടുള്ള ബന്ധം, അതായത് ഇടവയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഭക്തസംഘടനകളിലും സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടും ഇന്ന് വേണ്ട A to Z എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇടപെടുന്നു. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ശരിക്കും അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു ചിന്തയാണ്. ശരിക്കും എൻ്റെ മാതാപിതാക്കളൊക്കെ എനിക്ക് പകർന്നു തന്ന ഒരു ചിന്തയായിരുന്നു, വീട് കഴിഞ്ഞാൽ ഇടവക. അത് പറഞ്ഞു തരിക മാത്രമല്ല, ഇടവകയുടെ എല്ലാ കാര്യങ്ങളും സജീവമായി നിലകൊള്ളുന്ന മാതാപിതാക്കളാണ് എനിക്കും എൻ്റെ പെങ്ങന്മാർക്കും ഒക്കെ എപ്പോഴും മോഡലായെന്ന് പറയാൻ പറ്റും. ഇച്ചായൻ ഇടവകയിൽ ട്രസ്റ്റി ആയിരുന്നു. വിൻസെൻ്റ് പോളിൽ വളരെ സജീവമാണ്. അപ്പം എക്കാലത്ത് ഒരു തിരുനാളല്ലേ, ഇടവകയിൽ ഒരു സ്നേഹവിരുന്ന് വന്നാൽ, ഒരു പൊതുപ്പണി വന്നാൽ, അങ്ങനെ ഇടവകയുടെ ഏത് ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇച്ചായനും. അമ്മയൊക്കെ അങ്ങനെയാണ്. അപ്പം അവരിന്ന് കണ്ടുപിടിച്ചാണ് ശരിക്കും ഈ ഒരു ഇടവകയോടുള്ള ബന്ധമൊക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഞാൻ കരിസ്മാറ്റിക് ധ്യാനം കൂടി ഞാൻ ഏറ്റവും ആദ്യം വീടിന് പുറത്ത് എത്തപ്പെടുന്ന ഒരു സ്ഥലം എൻ്റെ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. അതിനെ ശരിക്കും കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അന്നുണ്ടായിരുന്ന മുതിർന്നവരുടെ ഒരു വലിയ അങ്ങോട്ടുള്ളൊരു ക്ഷണവും അവിടെ എത്തി എന്നെ അവർ പരിശീലിപ്പിച്ച വഴികളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും പള്ളിയിൽ കൂടുന്ന എല്ലാ വെള്ളിയാഴ്ചയും 2 മണിക്കൂർ സമയം പള്ളിയിൽ കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ചൈതന്യം ശരിക്കും ഇടവകയുടെ എല്ലാ മേഖലയിലും വ്യാപരിക്കാൻ മാത്രം പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്ന ആ ഒരു ചൈതന്യത്തിൽ മുന്നോട്ട് പോയി ഉടനെ തന്നെ ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപകനായി. 27 വർഷമായി സൺഡേ സ്കൂളിൽ അധ്യാപനം. അതുപോലെ ആ സമയത്ത് തന്നെ ഇടവകയിലെ യൂത്ത് സംഘടനയിൽ സജീവമായി, അതിനകത്ത് ഒത്തിരിയേറെ സജീവമായിട്ട് മുന്നോട്ട് പോകാനിടയായി. അപ്പം അങ്ങനെ ഇടവകയുടെ പല തലങ്ങളിൽ, അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മയെ സജീവമാകാൻ ദൈവം അങ്ങനെ അനുവദിച്ചു. പിന്നെ അധികം താമസിയാതെ ഇടവകയുടെ പാരിഷ് കൗൺസിൽ മെമ്പറായി. ഇടവകയുടെ എന്ത് പൊതുപരിപാടി വന്നാലും അവിടെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ഭയങ്കര ഒരു പുഷ് ശരിക്കും വീട്ടിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ശരിക്കും നമ്മളെ അതിലേക്ക് നന്നായിട്ട് സഹായിച്ചു. അതുകൊണ്ടാണ് ശരിക്കും വീട് കഴിഞ്ഞാൽ ഇടവക എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉൾച്ചേരാൻ കാരണം. പലർക്കും പള്ളിയിൽ പോകാൻ തന്നെ സമയം കിട്ടുന്നില്ല. കുർബാന ഏതാണ്ട് തുടങ്ങി പകുതിയൊക്കെ നമ്മൾ ഓടി പിടിച്ചൊന്ന് പള്ളിയിലെത്തുന്നത്. അപ്പം അങ്ങേക്ക് ഇതിനെല്ലാത്തിനും കൂടെ സമയം എങ്ങനെ ലഭിക്കുന്നു? സമയം ഞാൻ ചിന്തിക്കുന്നത് ലോകത്തിലെല്ലാവർക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. നമ്മളത് വേണ്ട പോലെ ഒന്ന് ക്രമീകരിക്കുക എന്നതാണ്. എനിക്ക് ഈ ചെറുപ്പകാലം തൊട്ടേ അല്പം റിസ്ക് എടുക്കാനൊക്കെ ഉള്ളൊരു മനസ്സ്, അത് കരിസ്മാറ്റിക് നവീകരണത്തോടെ പരിശുദ്ധാത്മാവ്. ഇതിനോടൊപ്പം ജോലി കാര്യങ്ങളൊക്കെ വേണമല്ലോ, കൃഷിയും മറ്റ് നമ്മുടെ വരുമാന മാർഗങ്ങൾ, ഇതും ഈ കൂട്ടത്തിൽ പോകണമല്ലോ. അതെ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നാൽ ആവുന്നതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒപ്പം സമയം കണ്ടെത്തി നമ്മൾ ഓടിയെന്നു. ഈ വരം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിൽ അധിക സമയം ചിലപ്പോൾ ഉറങ്ങാൻ കിട്ടത്തില്ല. യൂത്ത് സംഘടനയിലൊക്കെ, കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലും യൂത്ത് സംഘടനയിലൊക്കെ സജീവമായ ദിവസങ്ങൾ, ഒരു ഇടവ തിരുനാൾ വന്നാൽ ഒരു 4-5 ദിവസം നമുക്ക് രാത്രിയിൽ ഉറക്കമില്ല. വൈകുന്നേരം വീട്ടിൽ നിന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ പിറ്റേ ദിവസം രാവിലെ ഒന്ന് കുളിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് അന്നേരെ ഡ്രസ്സ് ഇട്ട് കുർബാനയ്ക്ക് പോരുവാണ്. അപ്പം അങ്ങനെ ഞാൻ ഓർക്കുന്ന കാറ്റഗിസമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചില സമയം അപ്പം നവീകരണത്തിൽ കുറച്ചുകൂടെയൊക്കെ ഇൻവോൾവ് ആയി ധ്യാനങ്ങൾ ശുശ്രൂഷകൾക്കൊക്കെ ആണെങ്കിൽ പോകാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്ന ഒരു ഞായറാഴ്ച 1.5 മണിക്കൂറാണ് കാറ്റഗിസം ക്ലാസ് ഉള്ളത്. 20 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയൊക്കെ യാത്ര ചെയ്ത് മലബാറിൽ നിന്ന് ഒരു കാറ്റഗിസം ക്ലാസ്സിന് വേണ്ടിയിട്ട് വന്നിട്ട് തിരിച്ചു പോകാനൊക്കെ ദൈവം നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നു. അത് നമ്മുടെ ഒന്നും കഴിവല്ല, കർത്താവ് അങ്ങനെ തരുന്നതാണ്.
അതുപോലെ ഇപ്പം കേരളത്തിന് പുറത്ത് പോകുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ എൻ്റെ ഇടവക പള്ളിയിലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാറുള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ്. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇടവക പള്ളിയിൽ വികാരിച്ച് നടത്തിക്കുന്ന വിശുദ്ധ ബലിയിൽ ഒരു ഞായറാഴ്ച ഞാൻ പങ്കെടുക്കുക എന്ന്. ഒരുപക്ഷെ അടുത്ത പള്ളിയിലേക്ക് പോയാൽ അല്പം കൂടെ സമയം കുറഞ്ഞ കുർബാനയൊക്കെ നമുക്ക് കിട്ടാം. അത് എൻ്റെ സഭയോടും എൻ്റെ മാതൃസഭയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ കുടുംബം എന്നെ പ്രേരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടവക പ്രയർ ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം മുൻകാലങ്ങളിലൊക്കെ ഈ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി വരുന്നവരെല്ലാം ഇടവകളിലെ പ്രയർ ഗ്രൂപ്പുകളിൽ വളരെ സജീവമാകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയുള്ള പ്രയർ ഗ്രൂപ്പുകൾ എനിക്കൊന്ന് ഏറെക്കുറെ പലയിടത്തും നിന്ന് പോയി കഴിഞ്ഞു. എന്തായിരിക്കാം ഇപ്പോഴത്തെ ഈ ശുഷ്കതയ്ക്കുള്ള കാരണം? പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഇന്ന് ഒരു ധ്യാനകേന്ദ്രത്തിൽ, പണ്ട് ധ്യാനകേന്ദ്രങ്ങളിൽ ചെല്ലുന്നത് ജീവിതത്തിൽ ചില നവീകരണം സംഭവിക്കാനും ഒക്കെയാണ്. കുറേ കാര്യസാധ്യ ഭക്തിക്ക് അപ്പുറത്ത് ജീവ നവീകരണം പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൂട്ടായ്മയിലാവുക, ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മയിലാവുക, പ്രയർ ഗ്രൂപ്പിലാവുക എന്നൊരു ചിന്തയുണ്ട്. ഇന്ന് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു വിടുന്ന ധ്യാനകേന്ദ്രങ്ങൾ വളരെ ചുരുക്കമാകാം എന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് ധ്യാനകേന്ദ്രങ്ങളിൽ ചെല്ലുന്ന ഒരു ജീവ നവീകരണം ഒന്നും ലക്ഷ്യമല്ലല്ലോ, മറിച്ച് ചില കാര്യസാധ്യ ഭക്തിയൊക്കെ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും അവിടുന്ന് അത് പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാവുന്ന ഒരു മനസാന്നിധ്യത്തിലല്ല ചെല്ലുന്നതും പോരുന്നതും ഒന്നും. പിന്നെ ശരിക്കും ആ ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ എക്സ്പീരിയൻസ് ഹൃദയത്തിൽ സ്വന്തമാക്കിയ ഒരാൾക്കറിയാം ഇതെന്തുമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ പക്വതയിലേക്ക് വളർത്താനുള്ള പരിശീലന വേദിയാണ് ശരിക്കും പ്രയർ ഗ്രൂപ്പ്. ശരിക്കും പരിശുദ്ധാത്മാവാണ് പരിശീലകൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ പരിശീലനം ശരിക്കും നമ്മളിൽ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വേദി ശരിക്കും ഇടവക പ്രയർ ഗ്രൂപ്പായിരുന്നു. എനിക്കത് അങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ഒരു ബൈബിൾ വാക്യം പോലും കാണാതെ പറയാൻ അറിയാൻ വയ്യാത്തവനായിരുന്നു ഞാൻ. അന്ന് എന്നെ പ്രയർ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അന്നത്തെ പ്രയർ ഗ്രൂപ്പ് ലീഡർ ഒരു പേപ്പറിൽ എനിക്ക് ബൈബിൾ വാക്യം എഴുതി തന്നു. എന്നിട്ടത് നോക്കി പറയാൻ പോലും ആശങ്കപ്പെട്ടയാളാണ്. അങ്ങനെ പോലും ശരിക്കും ആ ഒരു 10-12 പേര് കൂടിയിരിക്കുന്ന കൊച്ചു പ്രയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് എന്നെ ഒരുപക്ഷെ ലോകത്തിൽ പലയിടത്തും കർത്താവിൻ്റെ വചനം എത്തിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച്. ഞാൻ കരിസ്മാറ്റിക്കിൻ്റെ ഓൾക്കെല്ലാം നേതൃനിരയിലേക്ക് വന്നു എന്ന് പറയുമ്പം പോലും അതിനുള്ളൊരു പരിശീലനവും അതിനുള്ള പിൻബലവും ഒരു പ്രയർ സപ്പോർട്ടും മുഴുവൻ എനിക്ക് കിട്ടിയത് ഇടവക പ്രയർ ഗ്രൂപ്പിൽ നിന്നായിരുന്നു. ശരിക്കും വചനം വ്യാഖ്യാനിക്കാനുള്ള ബാലപാഠം പോലും ഞാൻ പഠിച്ചത് ഇടവക പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ്. അങ്ങയുടെ കാഴ്ചപ്പാടില്ലേ നമുക്ക് ഈ ഇടവകളിലൊക്കെ ഈ പ്രയർ ഗ്രൂപ്പുകൾ കുറെ കൂടെ ഒന്ന് സജീവമാക്കാൻ, അതായത് മുൻപുണ്ടായിരുന്ന കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചൈതന്യത്തോടെ ഈ ഗ്രൂപ്പുകളൊക്കെ വീണ്ടും ഒന്ന് സജീവമാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഞാനിതിൻ്റെ ഓൾ കേരള ലീഡർഷിപ്പിലൊക്കെ നിന്നപ്പോൾ നമ്മൾ ചെല്ലുന്ന പല വേദിയിലും പറയുന്ന ഒരു പരാതി ഒക്കെ ഇതാണ്: അഭിനന്ദ പിതാവ് ഒരു സർക്കുലർ ഇറക്കണം, ഔദ്യോഗികമായ അംഗീകാരവും ഒരു അറിയിപ്പൊക്കെ ഉണ്ടായാലേ പ്രയർ ഗ്രൂപ്പിൽ ആൾക്കാർ വരുള്ളൂ എന്നൊക്കെ പൊതുവെ ലീഡേഴ്സ് പറയുന്ന ഒരു ആശങ്കയാണ്. ഞാനതിനോട് 100% എതിരാണ്. ശരിക്കും ഇടവക പ്രയർ ഗ്രൂപ്പ് സജീവമാകണമെങ്കിൽ ഈ നവീകരണ ആഭിമുഖ്യം ഉള്ളിൽ പേറുന്നവരുടെ ജീവിത സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെവിടെ ഇടവകയുടെ എല്ലാ തലങ്ങളും സജീവമായാൽ ശരിക്കും പറയും ഒരു സംഘടനയുടെ ലെവലിൽ നിൽക്കേണ്ടതല്ലല്ലോ ഒരു കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പ്, മറിച്ച് എല്ലാ സംഘടനകളെയും സജീവമാക്കുന്ന, അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഒരു ഇടവക വികാരിയുടെ മനസ്സറിയുന്ന, ഇടവക വികാരിയുടെ കണ്ണും കൈയും കാതും കരളും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടതാണ് ശരിക്കും ഇടവക പ്രയർ ഗ്രൂപ്പ്. ആ ഒരു തലത്തിലേക്ക് മാറി ഒരു ഇടവക പ്രയർ ഗ്രൂപ്പിൽ വരുന്നവർ ഇടവകയുടെ എല്ലാ തലങ്ങളിലേക്കും ഒന്ന് സജീവമായാൽ ധാരാളം പേരെ ആകർഷിക്കാൻ അത് കാരണമായി തീരും. അതുപോലെ ഒരുപക്ഷെ ഇച്ചിരി നവീകരണ ആഭിമുഖ്യമുള്ള വ്യക്തികളുടെ അടുക്കൽ പ്രാർത്ഥനാ സഹായം തേടി പലരും എത്തുന്ന ഒരു ശൈലിയുണ്ടല്ലോ. ശരിക്കും ഇന്ന് പലരും ഒരു സഹായം തേടി വന്നാൽ അതിനൊരു പരിഹാരമൊക്കെ നിർദ്ദേശിച്ച് വിടുവാണല്ലോ, മറിച്ച് ഇതിന് പരിഹാരം ഇവിടെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ, ഒന്നിച്ചു വരാനും കൂട്ടായ്മയിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ആദിമസഭയുടെ ചൈതന്യം, അതായിരുന്നല്ലോ. എല്ലാവരും ആ ഒരു കൂട്ടായ്മയിലേക്ക് ആകർഷിക്കുമായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ സഭ വളർന്നത്. ആ കൂട്ടായ്മയിൽ സുവിശേഷം പ്രഘോഷിച്ച് അവിടെ അപ്പം മുറിച്ച് അവിടെ പ്രാർത്ഥിച്ച് അങ്ങനെയാണല്ലോ സഭ വളർന്നത്. അപ്പോൾ ആ ഒരു ശൈലി ശരിക്കും നമ്മുടെ ഇടവക പ്രയർ ഗ്രൂപ്പുകൾക്കെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ധാരാളം പേരെ കൂട്ടായ്മയിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഒരുപക്ഷെ ചില കുഞ്ഞു കുഞ്ഞു മുറിവുകളും നൊമ്പരങ്ങളൊക്കെ ആയിട്ട് ആ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തേടിപ്പോകാൻ, സിനഡാലിറ്റിയുടെ കാലമാണല്ലോ ഇത്, മാർപ്പാപ്പ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കൂട്ടായ്മ, പങ്കാളിത്തം, മിഷൻ, ഇത് ശരിക്കും നമ്മുടെ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പുകൾക്കും ഓരോ കരിസ്മാറ്റിക് ലീഡേഴ്സിനും ഉണ്ടാവുകയാണെങ്കിൽ കൂട്ടായ്മ കുറെ കൂടെ ശക്തമാകും. ഒരു നല്ല മിഷനുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും.
അത് അനേകരെ സുവിശേഷവൽക്കരിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇത് മാറും. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രൈഗ്രൂപ്പുകൾ കുറെ കൂടെ സജീവമാകും. ഒപ്പം നമ്മുടെ ഈ പ്രൈഗ്രൂപ്പുകൾക്ക് ഇടവ് വികാരിച്ചിനുമായിട്ട് നല്ല ഹൃദയബന്ധം ഉണ്ടാകണം. നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ ബ്രദർ രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഇപ്പം പാർഷ കൗൺസിൽ മെമ്പറാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് വളരെ സജീവമായിട്ട് നമ്മുടെ പിതാക്കന്മാരോടുമൊക്കെ ചേർന്ന് നിൽക്കുകയാണ്. ഈ കുറേ മനുഷ്യർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈശോയുടെ സ്നേഹമുണ്ട്, ഈശോയുടെ ബന്ധം, പക്ഷേ സഭയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാസ്തവമാണോ? അല്ലെങ്കിൽ അത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനിതിനൊരു അല്പം പുറകോട്ട് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം പിറവിയെടുക്കുന്നത് ശരിക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിന്നാണല്ലോ. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തീകരിക്കുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ചിന്തയുണ്ട്. ശരിക്കും ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് സഭ എന്താണെന്ന് അറിയുക, സഭയിൽ ഞാൻ ആരാണെന്നറിയുക. അതുകൊണ്ടാണല്ലോ വിശുദ്ധ അഗസ്റ്റിൻ്റെ സുന്ദരമായൊരു ചിന്തയുണ്ടല്ലോ, മിശിഹായുടെ കുരിശിലെ അവസാന ശ്വാസമാണ് സഭയുടെ ആദ്യ ശ്വാസം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, എൻ്റെ അവസാന ശ്വാസമാകണം സഭയുടെ അടുത്ത ശ്വാസം. അതുകൊണ്ട് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ ശരിക്കും ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ സഭയെ അമ്മയായിട്ട് അംഗീകരിക്കണം. സഭയെ അമ്മയായിട്ട് അംഗീകരിക്കാത്ത ആർക്കും ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സഭയോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ശരിക്കും ദൈവസ്നേഹം ആഴപ്പെടേണ്ടതും വളരേണ്ടതും ബലപ്പെടേണ്ടതെല്ലാം. അതുകൊണ്ട് എനിക്ക് ഈശോയുടെ സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, സഭയുടെ സ്നേഹമില്ലെന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഭയെ സ്നേഹിക്കലാണ്. കാരണം ഈശോയുടെ ഭൗതിക ശരീരമാണല്ലോ സഭ. അപ്പം അതുകൊണ്ട് അത് നമുക്ക് അടിസ്ഥാനപരമായി പറ്റുന്നൊരു തെറ്റിൽ നിന്ന് പറഞ്ഞു വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെ. പക്ഷേ ചില എതിർസാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലർക്കും ഈ രീതിയിൽ അവർ മാറി ചിന്തിച്ചു. സാധാരണക്കാരായ മനുഷ്യരാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ശുശ്രൂഷകരെ പോലെയൊക്കെ ഈ ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പം അവർ നോക്കുമ്പോൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നോക്കുമ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പോലെ പല എതിർസാക്ഷ്യങ്ങളും കാണുമ്പോൾ ഒരു അകൽച്ച ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? നമ്മൾ സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പം രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സഭയ്ക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് സഭയുടെ അദൃശ്യഭാവം, രണ്ട് സഭയുടെ ദൃശ്യഭാവം. സഭയുടെ അദൃശ്യഭാവം പരിശുദ്ധമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുള്ളൂ, യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് നമ്മൾ. സഭയുടെ അദൃശ്യഭാവം പരിശുദ്ധമായതുകൊണ്ടും ദൃഢമായതുകൊണ്ടും ശക്തമായതുകൊണ്ടും ആണല്ലോ നിലനിന്ന് പോകുന്നത്. സഭയുടെ ദൃശ്യഭാവത്തിന് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നൽകുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പോലും പാപ്പ പറഞ്ഞു വെക്കുന്ന ചിന്ത പാപികളാൽ സമ്പന്നയാണ് സഭ. എന്നുവെച്ചാൽ സഭയുടെ ദൃശ്യഭാവത്തിന് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്, പരാധീനതകളുണ്ട്, ഇല്ലായ്മകളുണ്ട്. ആ സഭയുടെ ദൃശ്യഭാവത്തെ നോക്കി ഒരിക്കലും സഭയെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ പരിശുദ്ധിയെ കുറച്ചുകൂടെ, ആ കുറവുകളെ കുറച്ചുകൂടെ പരിശുദ്ധമാക്കേണ്ടതും സഭയാകുന്ന അമ്മയുടെ മനോഹാരിത കുറച്ചുകൂടെ സുന്ദരമാക്കേണ്ടതും നമ്മുടെ കടമയാണ്. നമ്മളിന്ന് അതുകൊണ്ട് സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ കുറ്റങ്ങൾ നോക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ സഭയിൽ നിന്ന് അകലുവാണ്. അങ്ങനെയല്ലല്ലോ. സഭയുടെ ദൃശ്യഭാവത്തിന് കുറവുകളുണ്ടായാൽ, പോരായ്മകളുണ്ടായാൽ അത് എൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥ സഭാസ്നേഹം. ആ ഭാവത്തിലേക്ക് നമ്മൾ വളരണ്ടേ. ഇവിടെ ഇപ്പം ഒരു രൂപതയിൽ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെ അനുസരണക്കേടിൻ്റെ പ്രശ്നം, എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാതെ എൻ്റെ അനുസരണക്കേടിൻ്റെ കുറവാണെന്ന്? അതുകൊണ്ട് എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കുറവാണ് സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ കുറവുകൾക്ക് കാരണമെന്ന് തിരിച്ചറിയണം. സഭാപിതാക്കന്മാരിലൊക്കെ ഉണ്ടായ കാഴ്ചപ്പാട് അതാണല്ലോ. ശരിക്കും പൗലോസ്ലീഹായിൽ ഉണ്ടായ കാഴ്ചപ്പാടും അതാണല്ലോ. അതുകൊണ്ട് സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ കുറവുകളെ നോക്കി ഒരിക്കലും സഭയെ കുറ്റപ്പെടുന്നത് ശരിയല്ല. മറിച്ച് സഭയുടെ അദൃശ്യഭാവത്തിൻ്റെ പരിശുദ്ധിയെ ദൃശ്യവൽക്കരിക്കാൻ എൻ്റെ ഭാഗത്ത് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ചിന്തിക്കാൻ. അവിടെയാണ് നെഹമ്യായുടെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ ആഴപ്പെടേണ്ടത്. കോട്ട തകർന്ന് കിടക്കുന്ന കാണുമ്പോൾ നിലത്ത് കുത്തിയിരുന്ന് കരയുന്ന നെഹമ്യ. ശരിക്കും
ദൃശ്യഭാവത്തുണ്ടാകുന്ന വീഴ്ചകളും ബലഹീനതകളും നമ്മളെ കുറച്ചുകൂടെ നിലത്ത് കുത്തിയിരുന്ന് കരയാൻ പ്രേരിപ്പിക്കണ്ടേ? കുറച്ചുകൂടെ സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ പരിശുദ്ധിയെ മനോഹരമാക്കാനുള്ള നമ്മുടെ നല്ല ചില നിലപാടുകൾ, സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടേ? സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകാം, സഭയെ സുന്ദരിയാക്കാനുള്ള നമ്മുടെ അധ്വാനമാകാം. അതൊക്കെ തുടങ്ങേണ്ടത് ശരിക്കും നമ്മുടെ ഇടവകയിലാണല്ലോ. ഇടവകയിൽ അങ്ങനെ സജീവമാക്കാൻ പറ്റും. ഇപ്പം കോവിഡിൻ്റെ പശ്ചാത്തലം, കോവിഡാനന്തര ആധ്യാത്മികയിലേക്ക് വരുമ്പം ഓൺലൈൻ കഴിഞ്ഞ് ഓഫ്ലൈനിലേക്ക് ധാരാളം പേര് ഓഫായി പോയല്ലോ. ശരിക്കും അങ്ങനെയുള്ളവർ ഒരു പക്ഷേ ഇപ്പം വിനയ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ചില കുറ്റം പറഞ്ഞു, അവിടെ അങ്ങനെ പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ പള്ളിയിലോട്ട് പോകുന്നില്ല. അതൊരു മുടന്തൻ ന്യായമാണല്ലോ. ശരിക്കും അങ്ങനെയുള്ളവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമുക്കാവേണ്ടേ? ചുരുക്കി പറഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ വിശ്വാസികൾ എന്ത് ചെയ്യണം എന്നാണ് അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ സഭയോടുള്ള സ്നേഹം വളരുക. ശരിക്കും ആ സഭയിലൂടെയാണല്ലോ ഞാൻ വിശ്വാസത്തിലേക്ക് ജനിച്ചത്. ആ സ്നേഹം വളരാൻ വളരെ ഒരു ആദ്യ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാലല്ലേ നമുക്ക് പ്രതിസ്നേഹം ഉണ്ടാവുകയുള്ളൂ. അതെ അതെ അതെ. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. അപ്പം നമുക്ക് സഭയുടെ ഈ ദൃശ്യമണ്ഡലത്തോട് വിശ്വാസികൾക്കൊരു സ്നേഹം തോന്നണമെങ്കിൽ ആ ദൃശ്യമണ്ഡലത്തിൽ നിന്നും വിശ്വാസികളിലേക്ക് ഒരു സ്നേഹവും കരുതലും ഒക്കെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കണ്ടേ? തീർച്ചയായിട്ടും. അതായത് ശരിക്കും ആ ഒരു കൃപാവരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് തിരിച്ചറിയും. ഇതിനെക്കുറിച്ചൊരു ആധ്യാത്മികമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ശരിക്കും ഈ മിശിഹായുടെ ഈ ആ ചൈതന്യം നമ്മളിലേക്ക് ഒഴുകുന്ന വിശുദ്ധ കൂദാശകൾ, ആ കൃപാവരം നമ്മളിലേക്ക് ഒഴുകുവാണല്ലോ. ശരിക്കും ആ കൃപാവരം നമ്മളിലേക്ക് ഒഴുകുന്നതിൻ്റെ ആ ചൈതന്യം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ ശരിക്കും നമ്മൾ സഭയെ സ്നേഹിച്ചേ മതിയാവും. ശരിക്കും കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിയിലേക്ക് ഒഴുകുന്ന അദൃശ്യമായ കൃപാവരം ഉണ്ടല്ലോ. ആ കൃപാവരം തിരിച്ചറിയുന്ന ഒരു വ്യക്തി ശരിക്കും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും പണിയെടുത്തേ മതിയാവും. അതുകൊണ്ട് ശരിക്കും ഈ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ശരിക്കും പ്രേക്ഷിത ചൈതന്യം ശരിക്കും വളരണം. ആ പ്രേക്ഷിത ചൈതന്യം ശരിക്കും നമ്മളെ സഭയുടെ ദൃശ്യഭാവത്തെ കുറേ കൂടെ വിശുദ്ധീകരിക്കാൻ മാത്രം നമ്മളെ പ്രാപ്തരാക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ലളിതമായിട്ട് തോന്നുന്ന ഒരു ചിന്ത, ഈ നമുക്ക് എന്ത് കിട്ടിയെന്ന് ചിന്തിക്കലാവരുത് ഒരിക്കലും സഭ. എന്ത് തന്നു എന്നല്ല, എന്ത് കിട്ടിയെന്നല്ല, മറിച്ച് എനിക്കെന്ത് കൊടുക്കാനായി. മിശിഹ തന്നെ തന്നതാണല്ലോ സഭ. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്നതാണ്. ഇതുപോലെ ശരിക്കും സഭാമക്കൾ ഞാൻ ഒത്തിരി ഔന്നത്യത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ശരിക്കും നമുക്ക് കിട്ടുന്നൊരു പാപമോചന അനുഭവം, അത് നമുക്ക് കൈവരുന്ന ഒരു സമാധാനം, സന്തോഷം, അത് ശരിക്കും നമ്മളെ ഒരു നല്ല പ്രേക്ഷിതരാക്കി മാറ്റണ്ടേ. ഇപ്പം കാനാൻകാരി സ്ത്രീയുടെ ഒരവസ്ഥ, സമരിയാക്കാരി സ്ത്രീയുടെ ഒരു അനുഭവം ശരിക്കും അവളൊരു വലിയ പ്രേക്ഷിതയാക്കി മാറ്റി. പാപിനിയായ സ്ത്രീ പരിശുദ്ധനെ കണ്ടെത്തുന്നത് ഒരു വീട്ടിൽ വെച്ചാണല്ലോ. ആ പരിശുദ്ധനെ കണ്ടെത്തിയ അനുഭവം ശരിക്കും അവളൊരു വലിയ പ്രേക്ഷിതയാക്കി മാറ്റുവാണ്. ശരിക്കും അവളുടെ കണ്ണുകൊണ്ട് കരഞ്ഞു, തലമുടി കൊണ്ട് തുടച്ചു, ചുണ്ടുകൊണ്ട് ചുംബിച്ചു, സുഗന്ധതൈലം പാദാന്തികത്തിൽ പൂശി. അവളുടെ ആ പ്രവൃത്തിക്ക് ഈശോ വിളിച്ച പേരാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം വിശുദ്ധിയാണെന്നാണ് പാപ്പ പറയുക. അതുകൊണ്ട് തന്നെ ഒത്തിരി ഔന്നത്യത്തിൽ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ അമ്മയായി സഭയെ കാണാൻ, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണല്ലോ നമ്മൾ വീണ്ടും ജനിച്ചത്. അങ്ങനെയൊക്കെ ശരിക്കും ഒരു അമ്മയായിട്ട് സഭയെ കാണാൻ പറ്റി, ആ സഭയെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റി, ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ശരിക്കും ആ സഭയിലൂടെയാണ് ഞാൻ വിശ്വാസത്തിൽ ജനിച്ചതും ജീവിച്ചതും വളർന്നതും. ആ സഭയിലൂടെയാണ് നിത്യജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേരേണ്ടതും. ഈ കൊച്ചു ചിന്തകളൊക്കെ പോലും നമ്മളെ ശരിക്കും വളർത്തണം. ശരിക്കും ഇപ്പം ഇന്നൊരു പക്ഷേ ഒരു അടഞ്ഞ അധ്യായം പോലെ ജീവിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. നമുക്ക് പുറകോട്ടും തിരിഞ്ഞു നോക്കിയാൽ സഭ നമുക്ക് നൽകിയ ദാനങ്ങൾ എത്രയോ വലുതാണ്. ശരിക്കും ഇപ്പം സഭയുടെ ദൃശ്യഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ട പൗരോഹിത്യം. നമ്മൾ കാണാൻ ചിലപ്പം കുറ്റം പറയുന്നു, കുറവുകൾ പറയുന്നു. ശരിക്കും ആ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നമുക്ക് കൈവന്ന ദാനം എത്രയോ വലുതാണ്. ഒരു വിവാഹിതനെ സംബന്ധിച്ച് അവന് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ആ പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പിലൂടെയല്ലേ? ഒരു വിശ്വാസിയായതൊരു പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പിലൂടെയല്ലേ? ആ വിശ്വാസം പ്രഘോഷിക്കാനുള്ള ധീരത പോലും ശൈലേപനത്തിലോട്ട് കിട്ടിയത് പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പിലൂടെയല്ലേ? ഇങ്ങനെയൊക്കെ ശരിക്കും ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ പോലും നമുക്ക് ആ സഭയെ സ്നേഹിക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് സഭാവിരുദ്ധ ചിന്തകളും ഒക്കെ ഇന്ന് വിളിച്ചു പറയുമ്പോഴും എല്ലാം ശരിക്കും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാം. ഞാൻ മുമ്പ് വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞതുപോലെ ഈശോയുടെ അവസാന ശ്വാസം സഭയുടെ ആദ്യ ശ്വാസമാണെങ്കിൽ
നമ്മുടെ ഓരോ ശ്വാസവും എൻ്റെ സഭയുടെ അടുത്ത ശ്വാസമായിട്ട് മാറണം. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിധ്വനി ഒന്ന് എത്താൻ പറ്റിയാൽ നമുക്ക് സഭയെ സ്നേഹിക്കുന്ന ധാരാളം പേരെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുൻപോട്ടുള്ള പാത അത് എങ്ങനെയായിരിക്കും എന്നാണ് അങ്ങ് ചിന്തിക്കുന്നത്? അതായത് എല്ലാ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുന്നേറ്റങ്ങളെ, കരിസ്മാറ്റിക് മുന്നേറ്റത്തെയൊക്കെ നയിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഈ അടുത്ത ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ നാളുകളിലെ പോലെ ധ്യാനകേന്ദ്രങ്ങളിലേക്കൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്നു, അല്ല വലിയ ബൈബിൾ കൺവെൻഷനുകളിൽ ആൾക്കാർ ഓടിക്കൂടുന്നു, അവിടെ വചനം പ്രസംഗിക്കുന്നു, ഒത്തിരി പേർക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടുന്നു, ചിലർ മാനസാന്തരപ്പെടുന്നു. ആ ഒരു തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ കരിസ്മാറ്റിക് നവീകരണത്തെ നയിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് സഭയെ സുന്ദരമായി നയിച്ച പശ്ചാത്തലങ്ങൾ നമുക്കറിയാം. അത് 1-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ ചിന്തിക്കുമ്പം ഇങ്ങനെയുള്ള ധാരാളം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടൽ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നവീകരണത്തെ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുറവിയുടെ മേഖല ശരിക്കും 2-ാം വത്തിക്കാൻ കൗൺസിലായിരുന്നു. അതിനെ പിഞ്ചൊന്നാണല്ലോ ഇന്നത്തെ നവീകരണ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഈ കോവിഡ് അനന്തര ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നപ്പം പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരള സഭ നവീകരണ കാലത്തിലാണ്. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നവീകരണ കാലം. അതിൻ്റെ ആദ്യ വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പന്തക്കോസ്ത തിരുനാൾ 2022 പന്തക്കോസ്തയിൽ ആരംഭിച്ചു. ഈ 23 പന്തക്കോസ്തയിലെ ആദ്യഘട്ടം പൂർത്തിയാവുക. ആദ്യഘട്ടം മുഴുവൻ ശരിക്കും ശ്രവണകാലം എന്നാണ് വിളിക്കുക. കേരള സഭ എന്നെ വിളിക്കുക ശ്രവണകാലം. അതുകൊണ്ട് വരുന്ന ആളുകൾ ശരിക്കും ഒരു കേൾക്കപ്പെടലിൻ്റെ കാലമാണിത്. ശരിക്കും അതുകൊണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറച്ചുകൂടെ കേൾക്കേണ്ട സമയമാണ്. ഈശോയെ ശരിക്കും കേൾക്കേണ്ട സമയമാണ്. സഭയെ കേൾക്കേണ്ട സമയമാണ്. ഒപ്പം അവരെന്നെ കേൾക്കേണ്ട സമയമാണ്. വീട്ടിൽ കേൾക്കപ്പെടണം. നമ്മുടെ പ്രൈ ഗ്രൂപ്പുകളിൽ കേൾക്കപ്പെടണം. പറയാനുള്ള ആവേശം നമ്മൾ ധാരാളമാണ്. കേൾക്കപ്പെടൽ. ഈ കേൾക്കപ്പെടലിൽ നിന്നാണ് നവീകരണം വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത പന്തക്കുസ്ത 2023 മുതൽ 24 വരെയുള്ള പന്തക്കുസ്ത ഈ ഒരു വർഷക്കാലം ശരിക്കും നവീകരണം നടപ്പിൽ വരുത്തേണ്ട മേഖലകളാണ്. ഇത് വളരെ കൃത്യമാണ്, വളരെ കറക്റ്റാണ് ആ ചോദ്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നന്നായിട്ട് കുടുംബങ്ങൾ കാതോർക്കണം, വ്യക്തികൾ കാതോർക്കണം, കൂട്ടായ്മകൾ കാതോർക്കണം, സഭ കാതോർക്കണം, ഓരോ വ്യക്തി സഭകളും കാതോർക്കണം, ഓരോ റീത്തുകളും കാതോർക്കണം. കേരള സഭയിൽ 3 റീത്തുകളും കാതോർക്കട്ടെ. അങ്ങനെ കാതോർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ ചില മേച്ചിൽപ്പുറങ്ങൾ സഭയ്ക്ക് നൽകുന്നുണ്ടാകാം. അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടാകാം. അതിൻ്റെ ഞാൻ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇന്ന് പലരും മാളങ്ങളിൽ ഒളിക്കുന്ന, വീടുകളിൽ ഒളിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കെല്ലാം വന്നു. ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പഴയ പോലെ ആൾക്കാർ പോകുന്നില്ല. എല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്കെല്ലാം വന്നപ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കുറച്ചുകൂടെ വ്യക്തി കേന്ദ്രീകൃതമായി ഈ സുവിശേഷവൽക്കരണം നൽകേണ്ട ഒരു കാലഘട്ടമായിരിക്കാം ഇത്. അതിന് ഹോം മിഷൻ വളരെ പ്രധാനപ്പെട്ടതാകാം. ഒറ്റയ്ക്കുള്ളതല്ല, ഒന്നിച്ചുള്ള നല്ല ഹോം മിഷൻ അത് ഇടവകയിലൊക്കെ ക്രമീകരിക്കുന്നത്. ഞങ്ങളുടെ രൂപത്തിൽ അതിനുള്ള നല്ല സംവിധാനങ്ങൾ ഈ നാളുകൾ രൂപപ്പെടുന്നുണ്ട്. ഹോം മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയോട് സുവിശേഷം പറയുന്ന ചില സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടേണ്ടത് ആവശ്യമായിരിക്കാം. നമ്മുടെ മീഡിയകളൊക്കെ കുറച്ചുകൂടെ ആൾക്കാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ ശൈലി നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കാം. വലിയ ധ്യാനങ്ങൾ കൺവെൻഷനിൽ എന്നതിനേക്കാൾ അപ്പുറത്ത് ചെറിയ ധ്യാനങ്ങൾ, ഒരു പക്ഷേ കുടുംബ കൂട്ടായ്മ ബേസ് ചെയ്തുള്ള ചില ഇങ്ങനെയുള്ള ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയായിരിക്കാം. അപ്പം അങ്ങനെ കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു ശുശ്രൂഷകൾ നമുക്ക് ആവശ്യമായിരിക്കാം. കുറച്ചുകൂടെ ശക്തമായ, ഇപ്പം ഹെസക്കിയ നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ഹെസക്കിയ ചെയ്ത 4 നവീകരണ പ്രവർത്തനങ്ങളുണ്ട്. നഗരത്തെ മതിൽ കെട്ടി ഉറപ്പിച്ചു, നഗരത്തിലേക്ക് ജലം കൊണ്ടുവന്നു, ഇരുമ്പ് കൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. ഇതിനൊരു ആത്മീയ അർത്ഥത്തിലെടുത്താൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ആത്മാവാകുന്ന നഗരത്തിന് മതിൽ കെട്ടി ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നഗരത്തിലേക്ക് ജലം കൊണ്ടുവരും. ഈ നഗരം ചിലപ്പോൾ നമ്മുടെ കുടുംബമാകാം, നമ്മുടെ ഇടവകയാകാം, നമ്മുടെ ദൗത്യമാണ്. അവിടേക്ക് ശരിക്കും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കാവുന്ന തലത്തിലുള്ള ശുശ്രൂഷകൾ നമുക്ക് രൂപപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കാം. കുറച്ചുകൂടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തമാകേണ്ട കാലഘട്ടമായിരിക്കാം ഇത്. ധ്യാനകേന്ദ്രങ്ങൾ ഒരുപക്ഷെ ധ്യാനകേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കുക എന്നതിനേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടി ഇടവക തലത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന്, കൂട്ടായ്മ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒക്കെ നടത്തുന്ന ചില ധ്യാനങ്ങൾ ശുശ്രൂഷകൾ രൂപപ്പെടേണ്ടതുണ്ടാകാം.
ഇടവകയിൽ ചില സ്ഥലങ്ങളിൽ തന്നെ ആൾക്കാരെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുവാണല്ലോ. സെൻട്രാലിറ്റിയുടെയൊക്കെ പശ്ചാത്തലമാണല്ലോ, ഒപ്പം നടക്കുക എന്നുള്ള ശൈലി. അങ്ങനെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥയും പശ്ചാത്തലവും ഒന്ന് മനസ്സിലാക്കി ശരിക്കും അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശരിക്കും പറ്റണം. നമ്മുടെ ഭക്തസംഘടനകൾക്ക് പോലും ശരിക്കും കുടുംബങ്ങളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ എൻ്റെ ഒരു ചിന്ത, കരിസ്മാറ്റിക് കുടുംബങ്ങൾ രൂപപ്പെടണം. ഇപ്പം ഒരുപക്ഷെ കരിസ്മാറ്റിക് എന്ന് പറയുന്ന വ്യക്തികളിൽ ഒതുങ്ങുവാണ്. ഇതിനപ്പുറത്തേക്ക് കരിസ്മാറ്റിക് കുടുംബങ്ങൾ വരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കരിസ്മാറ്റിക് ആഭിമുഖ്യത്തിൽ വളരുന്ന കുടുംബങ്ങളുണ്ടാവട്ടെ. ഭർത്താവിനോടൊപ്പം ഭാര്യയും ഒരുമിച്ച് നവീകരണത്തിൽ വളരട്ടെ. അത് കാണുന്ന മക്കൾ നവീകരണ അനുഭവത്തിൽ വളരും. അപ്പോൾ യുവജനങ്ങൾ നവീകരണത്തിന് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കാരണമാകും. നാട് വിട്ടു പോയാൽ ലോകത്തിൽ എവിടെ ജീവിച്ചാലും സഭയുടെ തണലിൽ ജീവിക്കാനുള്ള പച്ചപ്പ് നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കാൻ അത് കാരണമായി തീരും. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ എന്തുകൊണ്ട് കരിസ്മാറ്റിക് കുടുംബങ്ങളുടെ കൂട്ടായ്മകളായിക്കൂടാ? നമ്മുടെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മ BCC യൂണിറ്റുകളൊക്കെ ഒരുപക്ഷെ ഇന്ന് അംഗബലം കൊണ്ടൊക്കെ കുറയുന്നെങ്കിൽ ശരിക്കും കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറട്ടെ. അതുകൊണ്ട് കുടുംബങ്ങളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കരിസ്മാറ്റിക് നവീകരണം കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കും എന്ന് തോന്നുന്നു. അവസാനമായി അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊരു ചോദ്യം. നമ്മളാരും എല്ലാം തികഞ്ഞവരോ കുറവുകളില്ലാത്തവരോ പ്രതിസന്ധികളൊന്നും ഇല്ലാത്തവരോ ഒന്നുമല്ലല്ലോ. നിശ്ചയമായിട്ടും അങ്ങയുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള കഷ്ടങ്ങളും പ്രതിസന്ധികളും ചില അവഗണനകളും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളും ഇതൊക്കെ സ്വാഭാവികമായിട്ടും കടന്നു വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങ് എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്? ഈ പറഞ്ഞ പോലെ പ്രതിസന്ധികളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്, നൊമ്പരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും അത് വളരെ പക്വതയോടെ ഒന്നും നിലപാടുകൾ എടുക്കാനൊന്നും എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. അങ്ങനെ വീഴ്ചകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴും ഞാൻ വീണ്ടും എൻ്റെ കുടുംബത്തിലേക്ക് തിരിയുവാണ്. ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഉള്ളു തുറന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു വേദിയായിട്ട് എനിക്ക് എൻ്റെ കുടുംബം എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. അപ്പം നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെയൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള വരുമാനങ്ങളോ ഇതോ ഒന്നുമില്ലല്ലോ. പലപ്പോഴും നമുക്ക് വണ്ടിക്കുലേക്ക് പോലും പൈസ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങയുടെ കുടുംബവും വലിയ ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളങ്ങനെ ഉരുകുന്നൊരു അനുഭവമൊക്കെ നമുക്കുണ്ടാവും. എന്നാലും ഞാൻ അവിടെ ഈ കുടുംബത്തിൻ്റെ ഇപ്പം നമുക്കില്ലായ്മകളൊക്കെ വരുമ്പം ഒന്നിച്ച് സഹിക്കാനുള്ളൊരു മനോഭാവം പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ തരുന്നത് കൊണ്ട് അത് വേറെ ഒരു അസ്വസ്ഥതയിലേക്കൊന്നും അങ്ങ് വഴിതെളിക്കാറില്ല. ഒന്നിച്ചങ്ങ് സഹിക്കാം, ഒന്നിച്ചങ്ങ് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കെന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള പേരൻസ്, എൻ്റെ മുഖത്തൊരു ചെറിയ ഭാവവ്യത്യാസം പറ്റിയെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന പേരൻസ്, അച്ചാച്ചന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന മക്കൾ, എന്താന്ന് വളരെ സ്നേഹപൂർവ്വം എന്നോട് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഭാര്യ. എൻ്റെ ഇടവകയിലും അത് തന്നെ ഞാൻ ഫീൽ ചെയ്യുന്നു. എൻ്റെ മുമ്പേ നമ്മളിത് ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു വീട് പോലാണ് എൻ്റെ ഇടവകയും. അവിടെ അതുപോലെ തന്നെ നമുക്ക് എന്തൊരു ആവശ്യം കണ്ടാലും ഒരു നൊമ്പരം കണ്ടാലും കൂടെ തോളെ കൈയിട്ട് എന്താ പറ്റിയിടാന്ന് ചോദിക്കാൻ പറ്റും ധാരാളം ഫ്രണ്ട്സ് എനിക്കുണ്ട്. എന്തൊരു ആവശ്യം വന്നാലും അതുപോലെ സഹായഹസ്തം നീട്ടാൻ, അങ്ങനെ സ്വീകരിക്കാറില്ലെങ്കിൽ പോലും അങ്ങനെ സഹായം നീട്ടാൻ പറ്റും ധാരാളം പേരുണ്ട്. എൻ്റെ ഇടവയിൽ നിന്ന് പോയ പല കൊച്ചന്മാരെ ഞാൻ ഓർക്കുവാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടായാൽ പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടി ഓടിയെത്തുന്ന അച്ഛന്മാരൊക്കെ എനിക്ക് ധാരാളമുണ്ട്. ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ധാരാളം പേരുണ്ട്. അതൊക്കെയാണ് ശരിക്കും നമ്മളെപ്പോഴും ഒരു കരുത്ത് ഉള്ളവരാക്കി പലപ്പോഴും മാറ്റാറുള്ളത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് നൽകുന്ന ഒരു ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ. മുടങ്ങാതെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുക. സാധാരണ ഒരു ദിവസം പോലും കുർബാന മുടക്കാറില്ല. വീട്ടിൽ ആരും തന്നെ ഒരു ദിവസം പോലും കുർബാന മുടക്കാറില്ല. അടുക്കലടുക്കൽ കുമ്പസാരിക്കാൻ ഉള്ളൊരു പ്രചോദനം. വീട്ടിൽ അങ്ങനെ ഒരു ധാരണ, ആ ഒരു കാര്യത്തിലൊക്കെ ഒന്നിച്ച് കുമ്പസാരിക്കാൻ അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടാവുന്നു. പിന്നെ തമ്പുരാനെ കൈവിട്ട് ആശ്രയിക്കാനുള്ള ഒരു വേദിയാണല്ലോ കുടുംബ പ്രാർത്ഥനയുടെ ഒരു അവസരം എന്ന് പറയാം. എന്തവസ്ഥ വന്നാലും കുടുംബം ഒന്നിച്ച് തമ്പുരാനിലങ്ങ് ശരണപ്പെടുവാണ്. അങ്ങനെ ദൈവം ഇടപെട്ട ധാരാളം അവസരങ്ങൾ അങ്ങനെ വീട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് നല്ല പ്രയർ ഗ്രൂപ്പുണ്ട്. അവിടെ ഇത് എന്തും തുറന്നു പറയാനും നമുക്കെപ്പോഴും എന്ത് വീഴ്ചയും നൊമ്പരമൊക്കെ ഉണ്ടായാലും നമുക്കൊരു നല്ല പ്രയർ സപ്പോർട്ട് തരാനും, ഞാൻ എവിടെ എന്ത് ശുശ്രൂഷയ്ക്ക് പോയാലും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള നല്ലൊരു കൂട്ടായ്മ അനുഭവമുണ്ട്. എൻ്റെ സൺഡേ സ്കൂളിലാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ധാരാളം പേരുമായിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവിടെ കുടുംബങ്ങളുമായിരിക്കും നല്ല ബന്ധമുണ്ട്. ഞാൻ എല്ലാ വീടുകളിലും പോകാറുണ്ട് കാറ്റഗിസം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ.
അപ്പം അങ്ങനെ ധാരാളം ബന്ധങ്ങൾ എനിക്ക് എല്ലാ തലങ്ങളിലും കർത്താവ് രൂപപ്പെടുത്തി തന്നുണ്ട്. കേരളം മുഴുവൻ എടുത്താൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തമ്പുരാൻ രൂപപ്പെടുത്തി തന്നു. അതാണ് ശരിക്കും പിടിച്ചു നിൽക്കാൻ കർത്താവിൻ്റെ കൃപയോടുള്ള വഴിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷം. നമ്മുടെ ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് 2 മേഖലകളിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, സ്വന്തം കുടുംബത്തോട് ഇതുവരെ ഇല്ലാതിരുന്ന കുറച്ചുകൂടെ ഒരു സ്നേഹവും ഒരു പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും ഉണ്ടാകണമെന്ന് നിശ്ചയമായിട്ടും നമ്മുടെ പ്രേക്ഷകരിൽ അനേകർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കും. ഒപ്പം തന്നെ സഭയോടുള്ള ബന്ധത്തിൽ കുറേ കൂടെ അങ്ങ് പറഞ്ഞ ആ ഒരു വാക്ക്, ദൈവത്തെ പിതാവായി കാണുന്നവർക്ക് സഭയെ അമ്മയായി കാണാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ഈ ദൃശ്യമണ്ഡലത്തിൽ ഒരുപക്ഷെ പല പോരായ്മകളും നമ്മൾ കണ്ടെന്ന് വരാം. എന്നാൽ അത് നമ്മുടെയും കൂടി കുറവുകളാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുവാനും ഒക്കെ നമ്മുടെ പ്രേക്ഷകരെ ഈ 2 എപ്പിസോഡുകൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബ്രദറെ, ഒരു നിമിഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ബ്രദർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. പ്രിയപ്പെട്ട ഈശോയെ, ഈ 2 എപ്പിസോഡിലൂടെ അങ്ങ് എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എൻ്റെ ഇടവകയിലും സഭയിലുമൊക്കെ ഇടപെട്ട നിമിഷങ്ങൾ പങ്കുവെച്ചത് പൂർണ്ണമായി അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി മാത്രമാണെന്ന് ഈ സമൂഹത്തിൽ ഏറ്റുപറയുന്നു. അല്ല ഈശോ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ. തീ പിടിച്ചവരായി ജീവിക്കാൻ, അനേകരെ തീ പിടിപ്പിക്കാൻ, അനേക കുടുംബങ്ങളെ തീ പിടിപ്പിക്കാൻ, കാലിൽ അഗ്നിച്ചിറകുമായി പറക്കാനുള്ള തീഷ്ണതയും ആവേശവും കാലഘട്ടത്തിൻ്റെ അഭിഷേകവും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും പ്രദാനം ചെയ്യണമേ. ഒരു കരിസ്മാറ്റിക്കാരനാവുക എന്നത് ഒരു വിശുദ്ധനാവുക എന്നതാണെന്നുള്ള ചിന്ത എല്ലാ ഹൃദയങ്ങളിലും കൈമാറ്റപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ കരിസ്മാറ്റിക് കുടുംബങ്ങൾക്ക് വേണ്ടി. ഈ തീ പിടിച്ചവർ എന്ന ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾ ഈശോയിലേക്ക് അടുക്കാൻ, ഈശോയെ തീഷ്ണതയോടെ പുലുകാൻ, വെറുതെ ഇരുന്ന് തുരുമ്പിക്കാനല്ല, ഓടി നടന്ന് തേയാനുള്ളതാണ് തങ്ങളുടെ വിളി എന്നുള്ള തിരിച്ചറിവോടെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാൻ എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.